ഓർമ്മ പെരുന്നാൾ ഇനിയുമൊരോർമ്മ തിരുനാൾ. ഗോതമ്പുമണിയായി മണ്ണിൽ വീണൊരു പുണ്യവാന്റെ തിരുനാൾ. ഉഹുദോനോ കാദിശോ. നാലാം ചിന്ത. അയൽവാസി. അയൽക്കാരനെ സ്നേഹിക്കുക എന്ന തിരുവചന ദർശനത്തിൻ്റെ വിശാല അർത്ഥങ്ങൾ ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് തൻ്റെ കൃതികളിൽ വ്യക്തമാക്കുന്നുണ്ട്. കരീബോ എന്ന സുറിയാനി പദം അയൽക്കാരൻ എന്നർത്ഥമാക്കുന്നു. പ്രസ്തുത പദം രൂപപ്പെട്ട ധാതുവിൻ്റെ അർത്ഥം അടുക്കുക, അടുത്തേക്ക് വരിക അല്ലെങ്കിൽ സമീപസ്ഥനാകുക എന്നാണ്. മാർ ഇവാനിയോസിൽ അയൽവാസി എന്നത് ഭൂമിശാസ്ത്രപരമായ അതിർത്തി പങ്കിടുന്നവനല്ല. ആരെല്ലാം ആവശ്യങ്ങളുമായി നിങ്ങൾ അടുത്തു ചെല്ലുന്നുവോ അവരെല്ലാം അയൽവാസിയാണ്. അതുതന്നെയാണ് നല്ല സമറിയാക്കാരൻ്റെ ദർശനം വ്യക്തമാക്കുന്നത്. അയൽക്കാരൻ എന്നാൽ ഒരു നിഷ്ക്രിയ അവസ്ഥയല്ല. വഴിയിൽ നിസ്സഹായനായി കിടക്കുന്നവൻ്റെ അടുക്കിലേക്ക് കരുണയോട് അടുത്തു ചെല്ലുന്നവനാണവൻ. സുറിയാനി ദൈവശാസ്ത്രത്തിലെ ഏറെ ഹൃദ്യമായ പദമാണ് കുർബോനോ. പ്രസ്തുത പദം കടന്നു വരുന്നത് കാറേബ് എന്ന പദത്തിൽ നിന്നുമാണ്. അർത്ഥമാകട്ടെ അടുത്തു വരിക എന്നുള്ളതാണ്. ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന പ്രക്രിയയാണ് കുർബോനോ സൂചിപ്പിക്കുന്നത്. മാർ ഇവാനിയോസ് തിരിച്ചറിഞ്ഞു, അയൽവാസിയാകുക എന്നാൽ കുർബോനോ കുർബാനയായി തീരുന്ന പ്രക്രിയയാണ്. ബലിപീഠത്തോടടുക്കുന്നവൻ അയൽക്കാരനോടും ചേർന്ന് നിൽക്കും. ദൈവത്തോടും മനുഷ്യനോടും അടുത്തു നിൽക്കുന്നവനാണ് അയൽക്കാരൻ. അപരനിൽ ദൈവസാന്നിധ്യത്തെ പിതാവ് തിരിച്ചറിഞ്ഞു. ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെ അയൽക്കാരനെ കാണുവാൻ പിതാവ് അനുശാസിക്കുന്നു. മതിൽക്കെട്ടുകളില്ലാത്ത സ്നേഹം പൂത്തുലയാൻ ആ ജീവിതം നമ്മെ സ്വാധീനം ചെലുത്തുന്നു. അൾത്താരയിലെ തിരികൾ കെടുത്തുമ്പോൾ ആരാധന അവസാനിക്കുന്നില്ല. ആരാധനയ്ക്ക് ശേഷം മറ്റൊരു ആരാധന അവിടെ ആരംഭിക്കുകയാണ്. അതാണ് അയൽ സ്നേഹം. നന്ദി.